ഇതാ നമ്മൾ ഈ മന്ത്രിസഭാ ചർച്ചയിൽ നിന്ന് ഒന്ന് മാറിയിട്ട് കോഴിക്കോട്ടേക്ക് ഒന്ന് പോവുകയാണ്. അവിടെ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വലിയ തർക്കങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മന്ത്രിസഭയിൽ ഇടം പിടിക്കാനും നേതാക്കളുടെ ചരടുവലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേഘ കൂടി എന്നോടൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് പരിശോധിക്കാം. മേഘ, ഗുഡ് മോർണിംഗ്. എന്താണ് കോഴിക്കോട് ഇപ്പോൾ സംഭവിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജില്ലയിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് ഇടം പിടിക്കാനുള്ള ചില കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം, അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആര് വരും, പ്രവീൺ കുമാർ മാറുമ്പോൾ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം. എന്തൊക്കെയാണ് അവിടുത്തെ ഒരു സമവാക്യങ്ങൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്? മനു, തീർച്ചയായും അതായത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയ ജില്ലയിലെ തന്നെ പ്രധാന നേതാക്കൾ എന്നത് ഒന്ന് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറാണ്. പ്രവീൺ കുമാറിനൊപ്പം കോഴിക്കോട് നോർത്തിൽ നിന്ന് ജയന്തും മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ രണ്ടു പേർക്കും അതായത് മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട് എന്ന തരത്തിലാണ് പുറത്തു വരുന്ന, അതായത് രണ്ടു പേരും ഇത്തരത്തിൽ മന്ത്രിസ്ഥാനത്തിന് തങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് നേതൃത്വത്തെ അറിയിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ജയന്തിനായിരിക്കും കൂടുതൽ സാധ്യത എന്ന് പറയുമ്പോഴും കോഴിക്കോട് ജില്ലയിൽ UDFന് മികച്ച വിജയം സമ്മാനിച്ചത് താനാണ് എന്ന അവകാശവാദം, അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് എന്ന അവകാശവാദം നേരത്തെ തന്നെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പരിഗണിക്കണം എന്ന തരത്തിൽ അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചു എന്ന കാര്യങ്ങൾ കൂടി പരിഗണനയിലുണ്ട്. പക്ഷേ K സുധാകരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുയായി എന്ന നിലയ്ക്ക് ജയന്തിന് ഒരു പക്ഷേ കൂടുതൽ പരിഗണന നൽകാനുള്ള സാധ്യതകൾ കൂടി മുന്നിൽ കാണുന്നു. ഏതായാലും അത് ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് DCC പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള വലിയ കരുനീക്കങ്ങൾ കോഴിക്കോട് കോൺഗ്രസിൽ നടക്കുന്നത്. DCC പ്രസിഡന്റ് സ്ഥാനം പ്രവീൺ കുമാർ ഒഴിയാനാണ് സാധ്യത എന്നതാണ്. അതായത് ഒരു പക്ഷേ മന്ത്രിയാണെങ്കിലും അല്ലെങ്കിൽ MLA ആയി തുടരുമ്പോഴൊക്കെ തന്നെയും മറ്റൊരു സ്ഥാനം വഹിക്കേണ്ടതില്ല എന്നത് തന്നെയാണ് ഈ ജില്ലയിലെ കോൺഗ്രസ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് DCC പ്രസിഡന്റ് സ്ഥാനം എന്തായാലും പ്രവീൺ കുമാർ ഒഴിയാനാണ് സാധ്യത. അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് DCC പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള വലിയ തരത്തിലുള്ള കരുനീക്കങ്ങൾ ഇപ്പോൾ ഈ കോൺഗ്രസിൽ നടക്കുന്നത്. ഏറ്റവും പ്രധാനമെന്നത് KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ പേര് തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. പക്ഷേ PM നിയാസ് നമുക്കറിയാം കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഏറ്റുവാങ്ങിയ സാഹചര്യമുണ്ടായിരുന്നു. മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് PM നിയാസ് തോൽക്കുന്നത്. അത്തരത്തിൽ ഒരു വാർഡിൽ തോറ്റ ഒരു വ്യക്തി എങ്ങനെയാണ് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിനെ നയിക്കുക എന്ന ചോദ്യം പല ഭാഗത്തു നിന്ന് ഉയരുന്നു. DCC ജനറൽ സെക്രട്ടറി ഷാജർ അറാഫത്തിന്റെ പേര് കൂടി നിലവിൽ ഉയരുന്നുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCCക്ക് കത്ത് വരെ നൽകിയ സാഹചര്യമുണ്ട്. അതായത് ഷാജർ അറാഫത്തിനെ പരിഗണിക്കണം എന്നൊരാവശ്യം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉന്നയിച്ചിട്ടുണ്ട്. അതിനു പിന്നാലെ നിജേഷ് അരവിന്ദ് മീഡിയ സെൽ അംഗമാണ്. നിജേഷ് അരവിന്ദും നേരത്തെ സീറ്റ് കിട്ടാത്തതിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പരിഗണിക്കാത്തതിൽ വലിയ അതൃപ്തിയൊക്കെ തന്നെയും പരസ്യമായി ഉന്നയിച്ച സാഹചര്യമൊക്കെ തന്നെയും ഉണ്ട്. അതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് നിജേഷ് അരവിന്ദിന് പരിഗണന നൽകണം എന്ന് ഒരു വിഭാഗം നിലവിൽ ഉന്നയിക്കുന്നു. N സുബ്രഹ്മണ്യൻ ഉൾപ്പെടെ മറ്റ് നേതാക്കളും DCC പ്രസിഡന്റ് സ്ഥാനത്തിനായി ചരടുവലികൾ നടത്തുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരുപക്ഷെ മന്ത്രിസ്ഥാനം കിട്ടിയിട്ടില്ലെങ്കിൽ പ്രവീൺ കുമാർ DCC പ്രസിഡന്റ് സ്ഥാനം അതായത് വിട്ടു നൽകുമോ എന്ന ചോദ്യവും ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് വലിയ ചരടുവലികൾ ഈ DCC പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി നടക്കുന്നത്. PM നിയാസിന് തന്നെയാണ് പ്രഥമ പരിഗണന എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ കോഴിക്കോട് കോർപ്പറേഷനിലെ തോൽവി, അതായത് മറ്റിടങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം സ്വന്തമാക്കിയപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ് കോർപ്പറേഷൻ നഷ്ടമാകുന്നത്. അത് വലിയ ഗ്രൂപ്പ് കളികൾക്കൊക്കെ തന്നെയും കാരണമായി എന്ന വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ PM നിയാസിന് തലവേദനയാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ഈ DCC പ്രസിഡന്റ് സ്ഥാനം ഇങ്ങനെ നിൽക്കുമ്പോൾ വലിയ ചരടുവലികൾ, വലിയ കരുനീക്കങ്ങളാണ് ഈ സ്ഥാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ഥാനത്തിനായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മനു, ശരി, ഓക്കെ, താങ്ക് യു മേഘ. മേഘയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.